ദിവസം നമ്മൾ എൻ്റെ വീട്ടിൽ പോയി ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് നമുക്ക് കഴുകാനുള്ള തുണിയാണ് ഈ കിടക്കുന്നത്. കണ്ടപ്പോൾ തന്നെ ബോധം പോയി. ആ ബോധം പോയെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഫുള്ള് കഴുകിയിട്ടല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഉച്ചക്കത്തേക്ക് നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാകുമ്പോൾ എളുപ്പപ്പണിയാണ്, പെട്ടെന്ന് കഴിഞ്ഞോളും. വെറുംചോറാണെങ്കിൽ അതിനൊരു ചാറ്, തോരൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ നിൽക്കണം. അപ്പോൾ അതിലും എത്രയോ നല്ലതാണ് ചിക്കൻ ബിരിയാണികൾ. ഇപ്പോൾ കഴിയപ്പോൾ ഉമ്മ അതിനുള്ള പരിപാടികൾ നോക്കുവാണ്. അപ്പോഴത്തേക്ക് കൊച്ചുതി കേക്കുമായിട്ട് വന്നിട്ട്, ഇത് ചക്കയുടെ ഒരു കേക്കാണ്. മധുരം കുറച്ച് ഓവറാണ്, എന്നാലും സംഭവം ടേസ്റ്റാണ്. അപ്പോൾ അതിൽ നിന്നൊരു പീസ് എടുത്ത് നിന്ന് അപ്പോഴത്തേക്ക് ഇവർ രണ്ടും കൂടെ അടി തുടങ്ങി. എനിക്ക് വലുത് വേണം, നീ ചെറുതെടുത്തോ, എനിക്ക് ചെറുത് വേണം, വലുത് വേണമെന്നും പറഞ്ഞിട്ട്. അത് പിന്നെ എല്ലാ ആങ്ങളെയും പെങ്ങന്മാരും ഒക്കെ ഇങ്ങനെ, ഞാനും എൻ്റെ അനിയനും ഇങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ അവരുടെ അടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവരുടെ മാതാശ്രീ തന്നെ ഇടപെടേണ്ടി വന്ന് ഇടപെട്ട് അവരെ രണ്ടുപേരെ ഒത്തുതീർപ്പാക്കി വിട്ടപ്പോഴത്തേക്ക് ഞാൻ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സബോളയൊക്കെ അരിഞ്ഞു വെക്കുക. ബിരിയാണിക്ക് വേണ്ട ഏകദേശം സാധനങ്ങളൊക്കെ അടുപ്പിച്ച് വെച്ചിട്ട് ഞാനും ചെറിയതും കൂടെ തുണി കഴുകാൻ നിൽക്കാന്നുള്ള ഇതിൽ ഒക്കെ സെറ്റാക്കി വെച്ചിട്ട് ഞങ്ങൾ തുണി കഴുകാൻ വേണ്ടിയിട്ട് നിന്ന്. ക്ലൈമറ്റ് ആണെങ്കിൽ ആകെ മൂടി കെട്ടിയിട്ടായിരുന്നു കേട്ടോ. ഇപ്പം മഴ പെയ്യുന്നുള്ളൊരു അവസ്ഥയായിരുന്നു, പക്ഷെ അതൊന്നും ഞങ്ങൾ മൈൻഡ് ചെയ്തില്ല. എത്രയും പെട്ടെന്ന് തുണി കഴുകിയിടാനുള്ള പരിപാടി നോക്കുമായിരുന്നു. അപ്പോഴത്തേക്കും മഴ പെയ്തു. പിന്നെ കുടയും ചൂടിയിട്ടാണ് സോപ്പ് പൊടിയിൽ തുണിയൊക്കെ മുക്കി വെച്ചത്. അങ്ങനെ യുദ്ധം ആരംഭിച്ചിട്ടുണ്ട്. കുറച്ച് ഞാൻ അലക്കും, ചെറിയത് കൊണ്ട് വിരിച്ചിടും, പിന്നെ ചെറിയത് അലക്കും ഞാൻ കൊണ്ട് വിരിച്ചിടും. അങ്ങനത്തെ റൊട്ടേറ്റ് ചെയ്തിട്ടുള്ള കളിയായിരുന്നു. ഞങ്ങളുടെ Q&A വീഡിയോയിൽ ചെറിയത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെറിയത് ഇവിടെ നിൽക്കാൻ വരുമ്പോഴത്തേക്കും തുണി ഫുള്ള് ഞാനാണ് കഴുകുന്നത്. അതിൻ്റെ നല്ലൊരു ഗുഡ് ക്വാളിറ്റിയാണ്. അതിന് കുറേ പേര് പൊങ്കാലയിടാൻ വന്നിട്ടുണ്ടായിരുന്നു, കുറേ നെഗറ്റീവ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെനിക്ക് പറയാനുള്ളത്, ആളങ്ങനെ വീഡിയോയിൽ പറഞ്ഞെങ്കിലും എപ്പോഴും ഒന്നും ഞാൻ ഒറ്റക്കല്ലാട്ട കഴുകാറ്. തുണി കൂടുതലുള്ളപ്പോൾ ആളെന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. തുണി കഴുകാൻ മാത്രമല്ല, എന്ത് ജോലിക്ക് എൻ്റെ കൂടെ ആളുണ്ടാവും. മെയിനായിട്ടും കുക്കിങ്ങിനൊക്കെ ആളെൻ്റെ കൂടെ കൂടിത്തരും. വീഡിയോയിൽ അങ്ങനെ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ അവർക്ക് എന്ത് ചെയ്തു കൊടുത്താൽ അത് ഞാൻ സന്തോഷത്തോടെ ചെയ്തു കൊടുക്കുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് പറ്റാത്ത കാര്യമാണെങ്കിൽ ഞാനത് ചെയ്യില്ലാന്ന് തന്നെ തുറന്നു പറയും. ഓപ്പൺ ആയിട്ടെല്ലാം പറയുന്ന ഒരാളാണ് ഞാൻ. അത് ഞാൻ മാത്രമല്ല, എൻ്റെ നാത്തൂമാരും അമ്മായിമ്മയൊക്കെ നല്ല ഓപ്പൺ മൈൻഡഡ് ആണ്. എന്തുണ്ടെങ്കിലും അപ്പം പറഞ്ഞ് അപ്പം തീർക്കും. അതാണ് ഞങ്ങൾ. കുറച്ചധികം നെഗറ്റീവ് കമൻറ്റ്സ് വന്നപ്പോഴത്തേക്കും അതിന് ചെറിയൊരു ക്ലാരിഫിക്കേഷൻ തരണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് പറഞ്ഞത്. അപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ചെറിയത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അവരിന്ന് തിരിച്ചു പോവാണ് കേട്ടോ. സ്കൂൾ തുറക്കാനായില്ലേ, അപ്പം രാത്രിയിൽ ചെന്നിട്ട് ഒന്നും ഉണ്ടാക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഉമ്മ അങ്ങനെ ഫുഡൊക്കെ പാഴ്സലാക്കി കൊടുത്തുവിടുവാണ്. പോകുന്നതിൽ നല്ല സങ്കടമുണ്ട്, പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവർക്ക് പോയല്ലേ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ സങ്കടം തീർക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അങ്ങോട്ട് പോകേണ്ടി വരും. എല്ലാവരും കവർ പിടിച്ചിരിക്കുന്നത് കണ്ടിട്ട് അസ്വാക്കും ബാഗ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കരച്ചിലായിരുന്നു. പിന്നെ അവളെക്കാട്ടി വലിയ ബാഗും തൂക്കിയതേ നടന്നു പോകണം കണ്ടില്ലേ. സ്കൂൾ തുറക്കാൻ ഒരു 5-6 ദിവസം ഉള്ളപ്പോഴാണ് കേട്ടോ ഇവർ തിരിച്ചു പോയത്. ഞാൻ മാക്സിമം ചെറിയതിനോട് പറഞ്ഞു നോക്കി 2 ദിവസം കൂടെ നിൽക്കുന്നത്. പക്ഷെ അല്ലമ്മക്ക് യൂണിഫോം എടുത്ത് അടിക്കാനൊക്കെ കൊടുക്കണമായിരുന്നു. അപ്പം അതുകൊണ്ടാണ് പിന്നെ കൂടുതൽ അവരങ്ങനെ പോയത്. നമ്മുടെ വീടിൻ്റെ ബാക്കിലാണെങ്കിൽ കോടയൊക്കെ ഇറങ്ങിയിട്ട് നോക്കിയാൽ നല്ല സെറ്റായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവർ തിരിച്ച് വണ്ടൂരോട്ട് പോയി. കുറച്ചധികം ദിവസം ഇവിടെ നിന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം ലഗേജ് ഉണ്ടായിരുന്നു കേട്ടോ. തുണി തന്നെ ഒരു ലോഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ തിരിച്ച് ഓട്ടോയിലാണ് പോയത്. അവർ പോയ ഉടനെ തന്നെ മേമായ അനുവും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അസുവാനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷേ അവർ പോയി കഴിഞ്ഞിട്ടാണ് ഇവർ വന്നത്. പിന്നെ അവർക്ക് ചായയൊക്കെ ഇട്ട് കൊടുത്ത് കടിയൊക്കെ കൊടുത്ത് കഴിക്കാനായിട്ട്. ഇനിയിപ്പോൾ വീട് ആകെ ഒന്ന് ഉറങ്ങിയതുപോലെ ആയിരിക്കും. പിള്ളേരുണ്ടായിരുന്ന ടൈമിൽ നല്ല ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരിക്കും. ഇനി ആ ഒരു സങ്കടം മാറി വരാൻ കുറച്ച് ദിവസം എടുക്കും.